ഇങ്ങനെ CCTV വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഒരു വീടിന്റെ ഒരു ഉദാഹരണം എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോ ഒരു വീടാണ്, ഈ കാണാൻ പറ്റും. ആ വീടിന്റെ സാധാരണയായി കാണുന്ന ഒരു മൂലയിലോട്ട് CCTVന്റെ പോയിന്റ് എത്തിക്കുക, രണ്ട് ക്യാമറ രണ്ട് സൈഡിലോട്ട് വെക്കുക. ഈ പച്ച കാണുന്നത് രണ്ട് ക്യാമറകളാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അതിന്റെ ഒരു സിമ്പിളാണ്. ഒരു ഏകദേശം അതിന്റെ ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഗ്രീൻ ലൈൻ അതിന്റെ ആംഗിളാണ്. ഈ രണ്ട് ആംഗിളിലാണ് ക്യാമറ റെക്കോർഡ് ചെയ്യുന്നത്. ഈ റെഡ് രണ്ട് ലൈൻ കാണുന്നുണ്ടല്ലോ, ഇത്ര ഏരിയയിൽ ഇത് ക്യാമറ റെക്കോർഡ് ചെയ്യില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും. അപ്പൊ ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ബ്ലൈൻഡ് സ്പോട്ട് ആയി കണക്കാക്കും. ഈ ഏരിയയിലോട്ട് ഒരാൾക്ക് വന്നിട്ട് കൂളായിട്ട് ക്യാമറ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ക്യാമറ എടുത്ത് പോകാനൊക്കെ പറ്റും. നിങ്ങൾ ഈ ക്യാമറ റെക്കോർഡിൽ പെടും. ഇങ്ങനെയാണ് നമ്മൾ നാട്ടിൽ ഭൂരിപക്ഷവും ക്യാമറ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ലേബർ ചാർജ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മൂലയിലോട്ട് ഒരു പോയിന്റ് കൊണ്ടുപോയിട്ടാൽ മതിയല്ലോ, അതോടെ പരിപാടി തീരും. അപ്പൊ നിങ്ങൾ ഇത് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എന്തിനാണ് വീട്ടിൽ ക്യാമറ വെക്കുന്നത് എന്നുള്ളത് അതിന്റെ, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ക്യാമറ വെക്കുന്നതിന്റെ അതിന്റെ ഉപകാരം ഒരിക്കലും നടക്കില്ല. കള്ളനൊക്കെ ഈ പറഞ്ഞവർക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കള്ളനക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് കടത്തി വെട്ടാൻ പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, ക്യാമറ മറ്റൊരു ക്യാമറയായിട്ട് ലോക്ക് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ഇതേ സ്ഥലത്ത് ഈ പറഞ്ഞമാർക്ക് ഒരു ക്യാമറ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്യാമറ അതിന്റെ മുന്നിൽ വരണം, അടുത്ത മറ്റൊരു ക്യാമറ അതിന് പിറകുവശത്ത് വരണം. അങ്ങനെ ഒരു ക്യാമറ മറ്റൊരു ക്യാമറയായിട്ട് ലോക്ക് ചെയ്യും, ബ്ലൈൻഡ് സ്പോട്ടുകൾ ഒഴിവാക്കും. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ എന്താ പറയുക, ഇതിന്റെ അടിയിൽ വീടിന്റെ അടിയിൽ കമന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ക്യാമറ മുഖംമൂടി ഇട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പിടിക്കാൻ പറ്റുന്നു, അതിനൊക്കെ മാർഗങ്ങളുണ്ട്. ഓക്കെ, ഈ മുഖംമൂടി ഇട്ട ആൾക്കാരൊക്കെ പിടിക്കാനും അവരൊക്കെ തുരത്താനൊക്കെ ഉള്ള മാർഗങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞമാർക്ക് നിങ്ങൾ ഈ ഇതൊന്ന് ഫോളോ ചെയ്യുക. ഇതിന്റെ കമന്റ് ആയിട്ട് CCTV എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ചെക്ക് ലിസ്റ്റ് ആക്കി വിട്ടുതരാം. ഓക്കെ, ഫോളോ ചെയ്യണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ MEP ഡിസൈനിങ് ആൻഡ് കൺസൾട്ടിംഗ് ആണ്. അതായത് ഒരു വീടിന്റെ ബിൽഡിങ്ങിന്റെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, HVAC അതായത് എയർ കണ്ടീഷൻ, വെന്റിലേഷൻ, ഇതൊക്കെ ഡിസൈനിങ് ആൻഡ് കൺസൾട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക. താങ്ക്